നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ എറണാകുളം ജില്ല എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നൊരു ജില്ല കൂടിയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ അറിയപ്പെടുന്ന ജില്ലകളിലൊന്നാണ് എറണാകുളം. കാരണം കൊമേഴ്ഷ്യൽ ജോലികളാണെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഇത്തവണ കൊച്ചിയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ തവണ LDF കൊണ്ടുവരും മണ്ഡലം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത്. ഇത്തവണ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? അല്ല, കൊച്ചിയിൽ ഇത്തവണ ചിത്രം മാറും. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവും DCCയുടെ പ്രസിഡന്റുമായ മുഹമ്മദ് ഷിയാസ് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കൊച്ചിയിലെ സമരമുഖങ്ങളിൽ യുവാക്കൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള സമരമുഖങ്ങളെ കണ്ടിട്ടുള്ള പോലീസിനോട്, പിണറായി പോലീസിനോട് ആവശ്യമുള്ള കാര്യത്തിന് നെഞ്ചു കൊടുത്ത് നിന്നിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്കും മറ്റു ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്കും വളരെ താല്പര്യം. അല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചിയിൽ UDF വേണ്ടിയിട്ട് മുഹമ്മദ് ഷിയാസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ LDF വേണ്ടി മത്സരിക്കുന്നത് KJ മാക്സി ആണ്. KJ മാക്സി കഴിഞ്ഞ തവണ അവിടുത്തെ MLA ആണ്. NDAക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ടിനി തോമസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വലിയൊരു മത്സരം നടക്കത്തില്ല അവിടെ. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ 2020 സെപ്പറേറ്റ് നിന്നതാണ്. ഇത്തവണ 2020 NDAക്ക് ഒപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് അത് ഈ പറയുന്ന NDA എന്ന് പറയുന്ന കുറച്ചുകൂടെ നല്ല ശക്തമായ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ മാക്സി കഴിഞ്ഞ കൊല്ലം ജയിച്ചുകൊണ്ടും അദ്ദേഹം നേതാവും കൂടെ. നമ്മൾ അതിന്റെ ഒരു കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തവണ KJ മാക്സി ജയിക്കുന്നത് 54,632 വോട്ടുകൾക്കാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ടോണി ചമ്മണിയായിരുന്നു. ടോണി ചമ്മണിക്ക് കിട്ടുന്നത് 40,553 വോട്ടുകളാണ്. അവിടെ 2020 പിടിച്ച വോട്ടായിരുന്നു. 2020ക്ക് വേണ്ടിയിട്ട് ഷിനി ആന്റണി ആയിരുന്നു. അവർ പിടിച്ചത് 19,676 വോട്ടുകളാണ്. സ്വാഭാവികമായിട്ട് ഈ 19,000 വോട്ട് എന്ന് പറയുന്നത് UDFന്റെ വോട്ടുകളായിരുന്നു. ആ വോട്ടുകളെല്ലാം 2020 പിടിച്ചുകൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി. BJPക്ക് വേണ്ടി CJ രാജഗോപാലായിരുന്നു. അദ്ദേഹം 10,991 വോട്ടുകൾ പിടിച്ചു. സ്വാഭാവികമായിട്ടും 10,000-30,000 വോട്ട് അങ്ങനെ തന്നെ മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത്തവണ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ മുഹമ്മദ് ഷിയാസിന് അദ്ദേഹത്തിന്റെ വൈബ്രന്റ് ആണ് നേതാവ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വെച്ച് കൊച്ചി തിരിച്ചു പിടിക്കാൻ കഴിയുമോ? അല്ല, കൊച്ചിയിൽ ഇത്തവണ ഈ പറയുന്ന 2020 നിൽക്കുന്നത് NDAയോടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ക ഒരു BJP വോട്ട് 2020 സെപ്പറേറ്റ് അല്ലാത്തതുകൊണ്ടും രാഹുൽ പറഞ്ഞ പോലെ ഈ 2020 വോട്ടിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വോട്ട് ഷിയാസിന് കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ആന്റി ഇൻകംബൻസി നിൽക്കുന്നതുകൊണ്ട് മാക്സിക്ക് എത്രത്തോളം വോട്ട് വരും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. കാര്യം പിണറായിയോടുള്ള ദേഷ്യമുണ്ട്, പിന്നെ സർക്കാർ വിരുദ്ധ വികാരം ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് UDFന്റെ കോട്ടയാണ് ശരിക്കും. അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 10,000-14,000 വോട്ടിലാണ് KJ മാക്സി അവിടെ വിജയിച്ചത്. അനുകൂല തരംഗം ഉണ്ടായിരുന്നു. കാര്യം ആ കോവിഡ്, നിപ്പ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാർ എങ്ങനെയാണ് ഇവരെ നോക്കിയത്. പിന്നെ ന്യൂനപക്ഷ വോട്ട് വളരെയധികം കൃത്യമായിട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാറ്റ് ഒന്നിച്ച് വീശിയപ്പോൾ അതിൻ്റെതായ കാര്യം ഈ കോവിഡ് സമയത്ത് വളരെയധികം ഒരു സംരക്ഷണം നൽകിയതുപോലെ ആയിരുന്നല്ലോ ഈ സർക്കാർ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ സംഭാഷണമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതൊരു വലിയ അനുകൂല ഘടകം. അവർ പോലും വിചാരിക്കാത്ത ഒരു മുന്നേറ്റമാണ് അവർക്കുള്ളത്. പക്ഷെ നമ്മൾ ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന നേതാവിലേക്ക് വരികയാണെങ്കിൽ എറണാകുളത്തിന്റെ DCC പ്രസിഡന്റാണ്. നമുക്കറിയാം കേരളത്തിൽ തന്നെ കോൺഗ്രസിനെ നയിക്കുന്നതിൽ ശക്തമായിട്ട് ധീരമായിട്ട് നയിക്കുന്ന ഒരു നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് പോകുന്ന കമ്മിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം DCC കമ്മിറ്റി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സീറ്റ് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പിട്ടൊക്കെ വൈറലായിട്ടുള്ള റീൽസ് ഉണ്ട്. അതായത് ഷിയാസിനെ സംബന്ധിച്ച് നമ്മൾ വൈബ്രന്റ് ആണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം ഈ പോലീസിനോട് ഇടിച്ചു നിൽക്കുന്നതും എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ വിഷയം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു. SFIക്കാരും DYFIക്കാരും ഒക്കെ സമരവുമായിട്ട് എറണാകുളം DCC ഓഫീസ് ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ പോലീസുകാരെ വലിയൊരു സേന തീർക്കാമെന്ന് പറയുമ്പോഴും വേണ്ട, അതൊന്നും വേണ്ട. DCC ഓഫീസ് ഫ്രണ്ട് തുറന്നിട്ടിട്ട് അവിടെ കസാരയിട്ട് കൈകെട്ടിയിരിക്കുന്ന ഷിയാസിനെ നമ്മൾ ആരും മറന്നു കാണത്തില്ല. അപ്പോൾ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തരംഗമായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത്. അപ്പോൾ അത്തരത്തിലാണ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഒരു നേതാവ്. ആ ഒരു നേതാവിനെ കൊച്ചിയിലെ ജനങ്ങൾക്കെല്ലാം അറിയാമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു. ഇപ്പോൾ ഒരുപാട്, അതായത് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മണ്ഡല വിഭജനത്തിന്റെ സമയത്ത് ഷിയാസിന്റെ പേര് പറഞ്ഞപ്പോൾ ഒരുപാട് അടി ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഇത്രയും അടിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണയായിട്ട് കോൺഗ്രസിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിൽ
അടിവാരാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ കൊച്ചിയിൽ സംഭവിക്കുമോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. കാര്യം ഷിയാസിന് സീറ്റ് കൊടുത്തതിൽ അവിടെ എല്ലാവർക്കും താല്പര്യമേ ഉണ്ടാവുള്ളൂ. കാരണം പിന്നെ ഷിയാസിന് പറഞ്ഞ ഈ സീറ്റിനെ മറുത്തു പറഞ്ഞ പല പേരുകളും ആ മണ്ഡലത്തിൽ നിന്നല്ല, കൊച്ചിയിൽ അങ്ങനെ കണ്ടെങ്കിൽ വലുതായിട്ട് പേര് കേട്ടവരൊന്നുമല്ല. കാര്യം യുവാക്കളുടെ വോട്ട് നിർണായക ഘടകമാവും ഷിയാസിന്. പിന്നെ ഞാൻ കണ്ട 1-2 റീൽസ് ഉണ്ടായിരുന്നു. ഷിയാസ് ഈ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് അമ്മമാരും പിന്നെ വേറെ പെൺകുട്ടികളും അതിൽ പ്രായം കുറച്ചുകൂടെ കുറഞ്ഞ കുട്ടികളും വോട്ട് ഇപ്പോൾ വന്നവരൊക്കെ ആയിട്ട് ഷിയാസായിട്ട് നിൽക്കുന്ന കുറേ റീൽസ് ഞാൻ കണ്ടായിരുന്നു. ഷിയാസ് മണ്ഡലത്തിൽ കറക്റ്റ് ഭയങ്കരമായ പേരുണ്ടാകുന്നുണ്ട്. ഷിയാസ് ഭയങ്കര ഒരു അപ്രിസിയേഷൻ കിട്ടുന്നു. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനസമ്മതിയുണ്ട്. അല്ല, യുവാക്കളെ ചേർത്ത് നിർത്തും. അതെ, ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും, സ്ത്രീകൾക്ക്, അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് കൂടുതലും യുവാക്കൾ ഈ പാർട്ടിയിലേക്ക് കടന്നിരുന്നത്. അത് എറണാകുളത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പോട്ടും ഒരുപാട് നേതാക്കന്മാർ കടന്നു പോയിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് യുവാക്കളെ പരിഗണിക്കുന്ന ഒരു നേതാവ് PP തങ്കച്ചൻ വരെ ഇരുന്നതാണ് ഈ. അതെ. ഇപ്പൊ യുവാക്കളെ പരിഗണിക്കുന്ന ഒരു നേതാവായിട്ട് ഷിയാസ് മാറുന്നൊരു ചെറുപ്പക്കാർക്ക് ഭയങ്കര കാര്യമാണ് പുള്ളി. അദ്ദേഹത്തിന് വളരെ കാര്യമാണ്. എനിക്കൊന്ന് വൈബ്രന്റ് ആയിട്ടുള്ള യുവാക്കളൊക്കെ കൊച്ചിയിൽ നിന്നുണ്ടാകുന്നതിന്റെ പോലീസ് തല്ലാൻ വരുമ്പോ, പോലീസ് തല്ലുന്ന ഈ സമരമുഖത്ത് ഈ വെള്ളം ചീറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സമരമുഖത്ത് സാറേ അടിക്കല്ലോ സാറേ, ഇനി സാർ കൂടുതൽ അടിച്ച പ്രശ്നമാണ് സാറേ, ഇങ്ങനെ ഇത് പറയുകയും അല്ലെങ്കിൽ തന്നെ എടുത്തോളാടാ എന്ന് പറയുകയും ഞങ്ങൾ ഭരണം മാറട്ടെ നിന്നെയൊക്കെ കാണിച്ചു തരാന്ന് പറയുകയും ചെയ്യുന്ന നിരവധി രംഗങ്ങളുണ്ട്. പിള്ളേരെ അടിക്കുമ്പോഴത്തേക്ക് മൂടി വന്നിട്ട് ചേർത്ത് കെ സുധാകരന്റെ വേറൊരാളാണ്. കെ സുധാകരൻ കണ്ണൂർ എങ്ങനെയാണ് അതുപോലെയാണ് കൊച്ചിയില് ഷിയാസ്. എനിക്ക് വളരെ ഓർമ്മയുണ്ട്. കാര്യം ഞാൻ ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ വന്നിട്ട് 8 കൊല്ലം വരെ കഴിഞ്ഞു, പല സമരമുഖങ്ങളിലും. കാര്യം ഈ 8 കൊല്ലം ഇവരാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ ആ ഭരണ സമയത്ത് ഏതെല്ലാം സമരങ്ങൾ ചെയ്തെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം നമ്മൾ എത്രയോ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പോലീസ് തന്നെ ഞെട്ടുന്നുണ്ട്. കാര്യം ഇത്രയും ഒക്കെ ഒരാൾ നമ്മളെ നെഞ്ചു കൊടുത്ത് നിൽക്കുന്നോ എന്നുള്ളത് പോലീസ് തന്നെ നോക്കുന്നുണ്ട്. അത്രയും വൈബ്രന്റ് ആയിരുന്നു. പോലീസുകാരോട് വരെ കയർത്തു. അത് കാരണമുണ്ട്. ചെറുക്കനെ ചോദിക്കുന്ന ഒരു സാഹചര്യം. അടിക്ക്, ഞാൻ പറഞ്ഞു അടിക്ക് സാറേ അടിക്ക്, ഇങ്ങനെ തന്നെ പറയുന്നത്. അത് ഒക്കെ ഒരു ചെറുപ്പക്കാർക്ക് അതൊക്കെ ഇഷ്ടമാണ്. കാര്യം ഞങ്ങളെ തല്ലിയാൽ ചോദിക്കാൻ പറയുന്ന ആളുണ്ട് എന്ന രീതിയിലാണ് പുള്ളി. പക്ഷെ ഇതെല്ലാം വോട്ടായിട്ട് മാറുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ. ആന്റി ഇൻകംബൻസി ഒരു വലിയ ഫാക്ടറാണ്. ഭരണവിരുദ്ധ വികാരം ഒരു വലിയ ഫാക്ടറാണ്. അത് അവിടെ ഒന്ന് മണ്ഡലത്തിൽ ഒന്ന് ഷാഫിയോ അല്ലെങ്കിൽ VD സതീശനോ ഒന്ന് ചെല്ലേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കാര്യം അല്ലാതെ തന്നെ അദ്ദേഹം മണ്ഡലത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഈസി വാക്ക് ഓവർ മറ്റാർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ, സർവേകളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകുന്നത് എറണാകുളത്തെ സംബന്ധിച്ച് എറണാകുളത്ത് 12 to 14 സീറ്റുകൾ പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി ജില്ലയായിട്ടാണ് UDF ആണെങ്കിലും ഇവിടെ സർവേ ചെയ്യുന്ന ആളുകളാണെങ്കിലും പ്രവചിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം എനിക്കൊന്നും മനോരമയുടെ സർവേ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ 12-ൽ 14 UDF പിടിക്കാനുള്ള സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. കാരണം 2020 ഇപ്പോൾ എനിക്കൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ എത്ര പാർട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സേവ് കൊച്ചി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 2020 ഉണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പാർട്ടികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതൊന്നുമല്ല വികസനം, ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ വികസനങ്ങളൊക്കെ ഉണ്ട്, അത് കൊണ്ടുവരണമെങ്കിൽ ചില തങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഒരുപാട് അതെ അങ്ങനെ കുറെ പാർട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് തന്നെ UDF ഇപ്പോൾ ശക്തി കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് പിണറായി സർക്കാരിന്റെ ഭരണകാലത്തുണ്ടായിട്ടുള്ള വലിയ വിഷയങ്ങൾ അത് തന്നെ ആയിരിക്കും കൂടുതൽ. ഈ ഭരണവിരുദ്ധ വികാരം തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ ഇത്തരത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ 14 സീറ്റും UDF കൊണ്ടുപോവുകയാണെങ്കിൽ അത് വലിയൊരു ചരിത്രം തന്നെയായിരിക്കും. അതെ, വലിയൊരു നേട്ടമായിരിക്കും. കാരണം നമുക്കറിയാം UDFനെ സംബന്ധിച്ച് ഓരോ സീറ്റും എത്രത്തോളം അത്യാവശ്യം വേണ്ടുന്നൊരു ഘട്ടമാണ് എന്ന് നമുക്കറിയാം. തെക്ക് ഭാഗം കൊണ്ട് ചിലപ്പോൾ പോയേക്കാം എന്നുള്ള സൂചനകൾ പല വഴികളിൽ നിന്നും കിട്ടുന്നുണ്ട്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ മണ്ഡലങ്ങളൊന്നും LDFനെ കൈവിടില്ല എന്നുള്ള ഒരുപാട് പഠനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ എറണാകുളം പോലുള്ള മണ്ഡലങ്ങളൊക്കെ UDFനോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. അതിൽ എനിക്ക് തോന്നുന്നു രാവിലെ കഴിഞ്ഞ തവണ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലായിരുന്നു. ഒരു വലിയ ഒരു കൊടുങ്കാറ്റിനൊപ്പം LDFന് സീറ്റ് നേടിയാണെങ്കിൽ ഇത്തവണ അത് നേരെ തിരിച്ചാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 14 ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടാവും. ഇപ്പോൾ ഈ കളമശ്ശേരി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ വൈപ്പിൻ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ അന്ന് കിട്ടിയ ഈ സീറ്റും പോകാൻ വലിയൊരു UDFന്റെ ഒഴുക്ക് വരികയാണെങ്കിൽ ആ ഒഴുക്കിന്റെ കൂട്ടത്തിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ ആന്റി ഇൻകംബൻസി കറക്റ്റ് പ്രതിഫലിക്കുകയാണെങ്കിൽ ഉറപ്പ് കൊച്ചി കിട്ടും. ആന്റി ഇൻകംബൻസി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2020 വോട്ടുകൾ
2020 അല്ല 2020 കഴിഞ്ഞ തവണ പോയ 10-20,000 വോട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് കിട്ടാനുള്ള വോട്ടാ. അതിലൊരു 1000 പേരോ 2000 പേരോ 2020 ഒരു സ്വതന്ത്ര പാർട്ടിയാണ്, ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞു കൊടുത്തൊരു പാർട്ടി വോട്ടുകളായിരിക്കും. പക്ഷെ ബാക്കി വരുന്ന ഒരു 10-18,000 വോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10-17,000 വോട്ട് എന്ന് പറയുന്നത്, ഇവർ വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് കരുതുന്ന നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ. അവരെ സംബന്ധിച്ച് എല്ലാ തവണയും UDF LDF അല്ലേ, മാറി ഒന്ന് വന്ന് നോക്കട്ടെ, ഇത്തവണ 2020 ഒന്ന് ഭരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു വന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും ആ വോട്ടുകളെല്ലാം മാറി പോകുകയാണെങ്കിൽ ഷിയാസ് വലിയൊരു ഭൂരിപക്ഷത്തിലായിരിക്കും അവിടെ വിജയിക്കാൻ പോകുന്നത്.